ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ തന്നെയാണ് കേട്ടോ. അതായത് എനിക്ക് വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു. 15 വർഷത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ വെഡിങ് ആനിവേഴ്സറിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് എനിക്ക് കിട്ടണത് കേട്ടോ. അപ്പം ആരോ പറഞ്ഞത് മുനിക്കാക്കും എന്നോട് സ്നേഹമല്ല എന്നുള്ളത്. കാരണം അന്ന് ഞങ്ങൾ സൗന്ദര്യ പിണക്കത്തിലാണ് പരസ്പരം മിണ്ടുലായിരുന്നിട്ടോ. എന്നിട്ട് കൂടി എനിക്കത് ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്ന് തന്നു കേട്ടോ. അപ്പം അന്ന് കുട്ടികൾ എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. രാത്രി ഒരു 11:30 മണിക്ക് ആയപ്പോണ്ട് ഇങ്ങനെ കൊണ്ടുവന്നിരുന്നു. പക്ഷെ അപ്പൊ ഞാൻ വലിയ വിലയൊന്നും കാട്ടിയില്ലോട്ടെ, കാരണം തെറ്റില്ലല്ലേ. ഞാൻ അങ്ങനെ വാങ്ങിയ ബെഡിലേക്ക് വെച്ചു കേട്ടോ. എവിടെ എത്ര എനിക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാൻ ഇങ്ങനെ പൊറുതി മുട്ടണുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മുനിക്കാക്ക് ബാത്റൂമിൽ പോയ ആ ഒരു ടൈമിൽ ഞാൻ വേഗം ഓപ്പൺ ചെയ്ത് നോക്കട്ടെ, വേഗം വീഡിയോ എടുത്തു. അപ്പൊ തന്നെ വീഡിയോ അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ആ കവർ കണ്ടപ്പോൾ സാമിയന്റെ പേരും കവറൊക്കെ കണ്ടപ്പോൾ തന്നെ ഇത് ആ ഡ്രസ്സാണ്, എന്തായാലും അന്ന് വെഡിങ് ആനിവേഴ്സറി അല്ലേ, ഗിഫ്റ്റ് തന്നെയാണെന്നുള്ളത് ഉറപ്പല്ലേ. അങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കി വേഗട്ടോ. അപ്പൊ ഈ കളർ കണ്ടപ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ ഞാൻ കണ്ടത് അതിന്റെ ബില്ല് കണ്ടപ്പോൾ ഞാൻ പറ്റിയ ഷോക്കായി. കാരണം എനിക്ക് ആകെ എന്റെ സകല മൂടും പോയി, മനം ചത്തിട്ട്. കാരണം ഞാൻ 2199 കണ്ടപ്പം അത്ര വിലയുടെ ഒന്നും ഞാൻ എടുക്കാറില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ കളർ കണ്ടപ്പോൾ എനിക്ക് ഉറപ്പായി എനിക്ക് ഈ കളർ ഇഷ്ടപ്പെടുന്ന അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും ഈ കളർ എടുത്തിട്ടുണ്ടാവുക എന്നുള്ളത്. പിന്നെ മുനിക്കാക്കുന് അതിന്റെ ആ ഒരു കഴുത്തിൽ വരുന്ന ആ ഒരു വർക്ക് അതാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആ ഹാൻഡ് വർക്ക് വരുന്ന അങ്ങനത്തെ ടൈപ്പ് മുനിക്കാക്കുന് ഭയങ്കര ഇഷ്ടം കേട്ടോ. പക്ഷെ ഓപ്പൺ ചുരിദാർ ആയിരുന്നു. എന്തുകൊണ്ടാണ് ഈ ഓപ്പൺ ചുരിദാർ എടുത്തിട്ടുണ്ടാവുക എന്നുള്ളത് എനിക്ക് എത്ര ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. കാരണം മൂപ്പർക്ക് അത് ഇഷ്ടേയില്ല, എന്നെ ഇടാനേ ആയിക്കോട്ടെ ഈ ഓപ്പൺ ചുരിദാർ. പിന്നെ എന്റെ ഇഷ്ടത്തിന് വന്നതാണ് ഞാൻ. അപ്പൊ ഞാൻ പിന്നെ അങ്ങനെ ചോദിക്കാനും പാകല്ലല്ലോ, മിണ്ടൂലല്ലോ. ഞാൻ പിന്നെ അങ്ങനെ മിണ്ടതിന് ശേഷം അങ്ങനെ ചോദിച്ചറിഞ്ഞപ്പോ പറഞ്ഞു ജമാലും സഹീറും ഫൈസൽ അവരൊക്കെ കൂടെ ഉണ്ടായിരുന്നു, അവർക്കൊക്കെ ഇത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അങ്ങനെ അങ്ങോട്ട് എടുത്തു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുന്നു വന്നപ്പോൾ ഞാനൊരു പുച്ഛഭാവം കാട്ടിയെങ്കിലും പിറ്റേ ദിവസം പിന്നെ ദേഷ്യമൊക്കെ മാറി, ഞങ്ങൾ തെറ്റൊക്കെ തീർന്നപ്പോൾ പിന്നെ എനിക്കിങ്ങനെ ഓർക്കുമ്പോൾ പാവം തോന്നും കേട്ടോ. എന്നാലും ആ തെറ്റി നിൽക്കുമ്പോഴത് കൊടുന്നല്ലോ എന്ന് ഓർത്ത് ഇങ്ങനെ പാവം തോന്നിയിരുന്നു കേട്ടോ. അങ്ങനെ എന്നോട് പറഞ്ഞിരുന്നു, ഇനി എപ്പത്തും പോലെ ഇത് പാത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്ത് അങ്ങോട്ട് വലിച്ചെറി, നാളെ തന്നെ ഇടണം എന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം എനിക്കൊരു പരിപാടി ഉണ്ടായിരുന്നു വീട്ടിക്കാട്. അങ്ങോട്ട് പോയപ്പം ഏതായാലും ടൈലർ എടുത്ത് അടിക്കും ചെയ്യാ ഷേപ്പാക്കും ചെയ്യാന്ന് വിചാരിച്ചെടുത്തു. അങ്ങനെ വേറൊരു ചുരിദാറിന്റെ മുകളിൽ കൂടെ ഇട്ടിട്ടാണ് കേട്ടോ ഈ ഒരു പട്ടി ഷോ കാണിക്കുന്നത്. കണ്ടാ തോന്നുന്നു. എന്തായാലും നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ കേട്ടോ. എനിക്ക് കമന്റ് ഒക്കെ മുനിക്കാക്കുന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണെങ്കിലും ഇതിനെക്കുറിച്ചൊരു അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കണം കേട്ടോ. ഇനി അടുത്തൊരു വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.